Okay, we have been discussing sharpening filters, right? Okay, so we also discussed smoothing filters. So, what are the applications of smoothing filters? What are the fundamental applications of smoothing filters? എന്തൊക്കെയായിരുന്നു? Blurring, അല്ലേ? Blurring as well as noise reduction. That is the major application of smoothing filters. Basically, smoothing filters are എന്താണ് സ്മൂത്തിങ് ഫിൽറ്റേഴ്സ് എന്തായിരുന്നു ലോ പാസ് ഫിൽറ്റേഴ്സ് ആണ് അല്ലേ സോ ബൈ സ്മൂത്തനിങ് വി ആർ അവോയ്ഡിങ് ഷാർപ്പ് ട്രാൻസിഷൻസ് എഡ്ജസ് ബൗണ്ടറീസ് ഓക്കെ ഷാർപ്പ് ട്രാൻസിഷൻ ബിറ്റ്വീൻ പിക്സൽ ഇന്റൻസിറ്റീസ് ഓക്കെ so those things will be eliminated if you are using smoothing filters. So usually average filters and weighted average filters are used as smoothing filters, and we also discussed order statistic filters like max filter, min filter, median filter. Okay, now we are going to discuss sharpening spatial filters. So what do you mean by sharpening filter? Okay, so what are the objectives of sharpening? Actually, sharpening filters are used to highlight the fine details in an image. Fine details means edges, boundaries, and sharp transitions. Okay, to enhance details that has blurred either in error or as a natural effect of a particular method of image acquisition. അപ്പോൾ ഒരു ഇമേജ് നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ചില സമയത്ത് അത് ബ്ലേഡ് ആയി പോകാം അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും നോയ്സ് കൊണ്ട് ബ്ലറിങ് സംഭവിക്കുക, അതായത് ഫൈൻ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്ന് മിസ്സാകാം. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കേൾക്കുന്നില്ല പറയുന്നത്? ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മേജർ അപ്ലിക്കേഷൻസ് ആർ ഇലക്ട്രോണിക് പ്രിന്റിംഗ്, മെഡിക്കൽ ഇമേജിംഗ്, ഇൻഡസ്ട്രിയൽ ഇൻസ്പെക്ഷൻ, ഓക്കെ, ഓട്ടോണോമസ് ഗൈഡൻസ് ഇൻ മിലിറ്ററി സിസ്റ്റംസ്. ദീസ് ആർ ദ മേജർ അപ്ലിക്കേഷൻ. ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ബേസിക്കലി അതിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻ ഡീറ്റെയിൽസിന് നമുക്ക് എൻഹാൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഷാർപ്പൻ ചെയ്യുന്നത്, ഇമേജ് ഷാർപ്പൻ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അപ്പം okay, in the case of image smoothing, what we have done, image smoothing could be accomplished in the spatial domain by pixel averaging in with a neighborhood. Okay, we'll consider a particular pixel and its neighborhood pixels, and what we have done there, we just averaged those pixels. Okay, averaging ആയിരുന്നു നമ്മൾ ചെയ്തത്. അതായത് ഇവിടെ സ്മൂത്തിങ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, ആവറേജിങ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിരിക്കും, ഒരു ഇന്റഗ്രേഷൻ ആയിരിക്കും നടക്കുന്നത് അല്ലേ, ഒരു സമ്മേഷൻ പ്രൊസീജിയർ, ഇന്റഗ്രേഷൻ പ്രൊസീജിയർ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവും ഇൻ ദ കേസ് ഓഫ് ഇമേജ് സ്മൂത്തിങ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇമേജ് ഷാർപ്പനിങ് അവിടെ ഡിഫറൻസിയേഷൻ ആണ് നടക്കുന്നത്, സ്പേഷ്യൽ ഡിഫറൻസിയേഷൻ. ഒരു പിക്സലും അടുത്ത പിക്സലും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സോ ഇമേജ് സ്മൂത്തിങ് കറസ്പോണ്ട്സ് ടു pixel by pixel integration process, but in the case of image sharpening we are focusing on spatial differentiation. Okay, okay. Image differentiation enhances edges, other discontinuities such as noise, and de-emphasizes areas with slowly varying gray level values. എവിടെയാണോ സ്ലോലി വേരിങ് ഗ്രേ ലെവൽ വാല്യൂസ് ഉള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന വേരിയേഷൻ ഇല്ലാത്ത പോർഷൻസ് എവിടെയൊക്കെയാണുള്ളത്, അതിനൊക്കെ എന്ത് ചെയ്യും? അതിനൊക്കെ ഡി എംഫസൈസ് ചെയ്യും, അതായത് അതിനെ റിമൂവ് ചെയ്ത് കളയും. ദാറ്റ് ഈസ് ദ മെയിൻ മേജർ ഫണ്ടമെന്റൽ പ്രൊസീജിയർ ഇൻ ഇമേജ് ഷാർപ്പനിങ്. ഓക്കെ, ഇമേജ് ഡിഫറൻസിയേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇമേജ് ഒരു സംഭവത്തിന് നമ്മൾ ഇമേജിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് വിൽ എൻഹാൻസ് എഡ്ജസ്, ബൗണ്ടറീസ് ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റീസ്, ഷാർപ്പ് ട്രാൻസിഷൻസ്, അതിനെ എൻഹാൻസ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പം എന്താ ചെയ്യുന്നത്? അപ്പം സ്ലോലി വേരിയിങ് ഗ്രേ ലെവൽസിനെല്ലാം എന്ത് ചെയ്യും? ഡി എംഫസൈസ് ചെയ്യും. ഓക്കെ, ഈ ഷാർപ്പനിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഫിൽറ്റർ ആൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഫിൽറ്റർ. ഇതൊക്കെ നോട്ട് ചെയ്യാം കേട്ടോ. ഷാർപ്പനിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ആസ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഫിൽറ്റർ ആസ് വെൽ ആസ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഫിൽറ്റർ. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി സീറോ ഇൻ ഫ്ലാറ്റ് സെഗ്മെന്റ്സ്. അപ്പം ഫ്ലാറ്റ് സെഗ്മെന്റ്സ് ഉദ്ദേശിക്കുന്ന ഏരിയാസ് ഓഫ് കോൺസ്റ്റന്റ് ഗ്രേ ലെവൽ വാല്യൂസ്. അപ്പോൾ ഇതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്, ദ റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഫിൽറ്റർ ടു ഫ്ലാറ്റ് ഏരിയാസ്, ദാറ്റ് മീൻസ് ഏരിയാസ് ഓഫ് കോൺസ്റ്റന്റ് ഗ്രേ ലെവൽ വാല്യൂസ് വിൽ ബി 0. ഓക്കെ, ആൻഡ് ദ
it will be non-zero at the onset of at the edge of gray level step or ramp. ഒരു ഗ്രേ ലെവൽ സ്റ്റെപ്പ് വരുന്നത്, സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് പെട്ടെന്നൊരു ട്രാൻസിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, സപ്പോസ് ഒരു വലിയൊരു ഗ്രേ ലെവലിൽ നിന്ന് അടുത്ത ഗ്രേ ലെവലിലേക്ക് പെട്ടെന്നൊരു ട്രാൻസിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ആ പൊസിഷനിൽ നോൺ സീറോ വാല്യൂ ആയിരിക്കും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് തരുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ മസ്റ്റ് ബി നോൺ സീറോ അലോങ് റാംസ്. റാമ്പ് ഗ്രാജുവൽ ആയിട്ട് ചെറിയൊരു വേരിയേഷൻ, ഗ്രാജുവൽ വേരിയേഷൻ ഉള്ള സ്ഥലത്തും അതുപോലെ തന്നെ ഷാർപ്പ് വേരിയേഷൻ ഉള്ള സ്ഥലത്ത്, അതാണ് സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. റാമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോ ഇങ്ങനെ ഒരു ഇമേജ് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇമേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇവിടെ ഒരു നമ്മളിങ്ങനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, എക്സൽ വാല്യൂസ് ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു ഗ്രേ ലെവൽ ഇമേജ് ആണ്, 8 ബിറ്റ് ഗ്രേ ലെവൽ ഇമേജ് ആണെന്ന് വിചാരിക്കും. സപ്പോസ് ഇവിടെയുള്ള വാല്യൂസ് ഒക്കെ 255 ആണെന്ന് വിചാരിക്കും. 255 ഗ്രേ ലെവൽ വാല്യൂ 255. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ഉള്ള വാല്യൂ 255. ഓക്കെ, സപ്പോസ് നെക്സ്റ്റ് കോളം നമുക്ക് കിട്ടുന്ന എല്ലാം 0 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അതിനൊരു 1 ഡയമെൻഷണൽ ഫംഗ്ഷൻ ആയിട്ട് വരക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടും അല്ലേ? അപ്പോൾ ഈ ഒരു വാല്യൂ 255, അതായത് ബ്രൈറ്റ് സ്പോട്ട്സും ഹിയർ വിൽ ഗെറ്റ് ഡാർക്ക് ഏരിയ. അപ്പൊ ഇതൊരു സ്റ്റെപ്പാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയസിൽ എന്തായിരിക്കും കിട്ടുക? നമ്മൾ ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്? പിന്നെ നോൺ സീറോ ആയിരിക്കും. ഓക്കെ, നോൺ സീറോ വാല്യൂസ് ആയിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുക. സപ്പോസ് ഇവിടെയൊക്കെ ഉള്ള 255 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ 255 250 അല്ലെങ്കിൽ അങ്ങനെ കോൺസ്റ്റന്റ് ഗ്രേ ലെവൽ, ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ഗ്രേ ലെവലുള്ള വാല്യൂസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസിൽ നമ്മുടെ ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, ബ്ലാക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. ഇങ്ങനെയുള്ള ഏരിയാസിൽ, അതായത് ഷാർപ്പ് ട്രാൻസിഷൻ ഉള്ള സമയത്ത് വിൽ ഗെറ്റ് എ നോൺ സീറോ വാല്യൂ. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഹർഷ് ക്ലിയർ ആവുന്നുണ്ടോ? അഭിജിത്ത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതേപോലെ തന്നെ മസ്റ്റ് ബി നോൺ സീറോ അലോങ് റാംസ്. റാംസ് എന്ന് പറയുന്ന റാമ്പ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവും? അപ്പം ഗ്രാജുവൽ ആയിട്ടായിരിക്കും. ഇപ്പോൾ 250 to 0 എന്ന് മാറുന്നതിന് പകരം ഒരു 250 ചിലപ്പോൾ ഒരു 200 ആവാം, 200 to 100 ആവാം, 100 നേരെ മാറി ഒരു 50 ആവാം. അങ്ങനെ ഗ്രാജുവൽ വേരിയേഷൻ ഉള്ള സമയത്ത് അത് നമുക്ക് 1 ഡയമെൻഷനൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. ഈ രീതിയിലേക്ക് വരും. ഇവിടെ ഒരു ഹൈ ലെവൽ ഉണ്ടാവും, 255 ഉണ്ടാവും. ഇവിടുന്ന് ഗ്രാജുവൽ ആയിട്ട് ഒരു 200 അല്ലെ, 150 എന്നിട്ട് ഗ്രാജുവൽ വേരിയേഷൻ ഇൻ ഇന്റൻസിറ്റി ലെവൽ. ഓക്കെ, അങ്ങനെയുള്ള പൊസിഷനിലും നമ്മൾ ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നോൺ സീറോ ആയിരിക്കും. റിസൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ നോൺ സീറോ വാല്യൂ. ഓക്കെ, സോ അതാണ് ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ കേസ് ആണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൽ നോക്കാം മസ്റ്റ് ബി 0 ഇൻ ഫ്ലാറ്റ് ഏരിയാസ്. ഫ്ലാറ്റ് ഏരിയാസിൽ എന്തായിരിക്കും എപ്പോഴും വിൽ ഗെറ്റ് എ 0 റെസ്പോൺസ്. ഓക്കെ, മസ്റ്റ് ബി നോൺ സീറോ അറ്റ് ദ ഓൺസെറ്റ് and the end of a gray level step or ramp. Okay, must be non-zero at the onset, at the edge and end of a gray level step or ramp. Must be 0 along ramps of constant slope. Okay, ഇതിൽ കുറച്ചും കൂടി എഡ്ജിനെ എൻഹാൻസ് ചെയ്യുന്ന നമ്മുടെ ഡെറിവേറ്റീവ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഓർഡർ കൂടുന്നതിനനുസരിച്ച് അത് അതിന്റെ എൻഹാൻസിങ് ഡീറ്റെയിലും എൻഹാൻസിങ് എന്തായിരിക്കും കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? നേരത്തെ കേസിൽ ഗ്രേ ലെവൽ സ്റ്റെപ്പിലും റാമ്പിലും എന്താ കിട്ടിയത്? നമുക്ക് നോൺ സീറോ ആയിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഗ്രേ ലെവൽ സ്റ്റെപ്പ് ഓർ റാമ്പിന്റെ ഏറ്റവും എഡ്ജ് പൊസിഷനിലായിരിക്കും നമുക്ക് നോൺ സീറോ കിട്ടും. മസ്റ്റ് ബി നോൺ സീറോ അറ്റ് ദ ഓൺസെറ്റ് ആൻഡ് ദ എൻഡ് ഓഫ് എ ഗ്രേ ലെവൽ സ്റ്റെപ്പ് ഓർ റാമ്പ്. ഓക്കെ, പിന്നെ മസ്റ്റ് ബി 0 അലോങ് റാംസ് ഓഫ് കോൺസ്റ്റന്റ് സ്ലോപ്പ്. കോൺസ്റ്റന്റ് സ്ലോപ്പ് വരുന്ന റാമ്പിലും നമുക്ക് എന്താ കിട്ടുക? 0 ആയിരിക്കും റെസ്പോൺസ് നമുക്ക് കിട്ടുക. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ കേസിലാണ് പറയുന്നത് കോൺസ്റ്റന്റ് സ്ലോപ്പ് വരുന്ന റാമ്പ് പൊസിഷനിൽ 0 ആയിരിക്കും. അതുപോലെ തന്നെ ഫ്ലാറ്റ് ഏരിയാസിലും 0 ആയിരിക്കും. അപ്പൊ ഈ എഡ്ജ് പൊസിഷൻ ഉണ്ടാവും, റാമ്പിന്റെ ഒരു എഡ്ജ് പൊസിഷൻസ് ഉണ്ടാവും. ആ എഡ്ജ് പൊസിഷനിൽ നമുക്ക് കിട്ടുക നോൺ സീറോ. അതായത് സ്റ്റെപ്പിന്റെയും റാമ്പിന്റെയും എഡ്ജ് പൊസിഷനിൽ നമുക്ക് നോൺ സീറോ റെസ്പോൺസ് കിട്ടും. ഓക്കെ, വിൽ ഗെറ്റ് ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഇന്റൻസിറ്റി വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടും. ഓക്കെ, ബാക്കി കോൺസ്റ്റന്റ് സ്ലോപ്പ് ഉള്ള റാമ്പ് പൊസിഷൻസിലും ആസ് വെൽ ആസ് ഫ്ലാറ്റ് ഏരിയാസ് വിൽ ബി ഗെറ്റിംഗ് എ 0 റെസ്പോൺസ്. ഓക്കെ, അത് ഓർത്ത് നോക്കാം നമ്മുടെ സെക്കൻഡ് ഓർഡർ ഷാർപ്പനിങ് ഫിൽറ്ററിന്റെ കേസിൽ. ഓക്കെ, ഇനി നോക്കാം. അപ്പം ഫസ്റ്റ് ഓർഡർ ഫിൽറ്ററിന്റെ ബേസിക് ഫംഗ്ഷൻ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ബേസിക് ഡെഫിനേഷൻ ഓഫ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കും: ഡോ എഫ് ബൈ ഡോ എക്സ്. അതായത്
റോ വൈസ് സപ്പോസ് നമ്മൾ റോ വൈസും കോളം വൈസും ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ റോ വൈസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ എടുക്കുക പിക്സൽ വൈസ് ഡിഫറൻസ് ആയിരിക്കും എഫ് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് വൺ ഡയമെൻഷണൽ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ഇത് നോട്ട് ചെയ്യുക ഡോ എഫ് ബൈ ഡോ എക്സ് ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എഫ് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ദ ബേസിക് ഡെഫിനേഷൻ ഓഫ് ദ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ എഴുതുവാണെങ്കിൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എഫ് ഓഫ് എക്സ് പ്ലസ് 1 പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് 1 മൈനസ് 2 എഫ് ഓഫ് എക്സ്. ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ വൺ ഡയമെൻഷണൽ ഫംഗ്ഷൻ ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ വൺ ഡയമെൻഷണൽ ഫംഗ്ഷൻ. So these are the one dimensional functions of both first order derivative as well as second order derivative. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുക, അപ്പോൾ ഇങ്ങനെ ഒരു ഇത് എഴുതിയില്ലേ, ഇത് രണ്ടും എഴുതി കൊടുക്കും. ഡോ എഫ് ബൈ ഡോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് എഫ് ഓഫ് എക്സ്. ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് 1 പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് 1 മൈനസ് 2 എഫ് ഓഫ് എക്സ്. ഓക്കെ, ഓക്കെ, ദിസ് ഈസ് an example of how we are doing one dimensional നമ്മൾ വൺ ഡയമെൻഷണൽ ഹൊറിസോണ്ടൽ പൊസിഷൻ ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വൺ ഡയമെൻഷണൽ ഹൊറിസോണ്ടൽ പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇമേജ് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ബ്രൈറ്റ് സ്പോട്ട് ഉണ്ട് അല്ലേ, ആ ഒരു സ്പോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ കൂടുതലാക്കി നമ്മൾ വരച്ചിട്ടുള്ളത്. ഓക്കെ, ഈ പൊസിഷന് ഇത് ബ്രൈറ്റ് സ്പോട്ട് ആണ്, ഇവിടുന്ന് നമ്മൾ ഇത് വളരെ ഗ്രാജുവലി ആയിരിക്കും ലാസ്റ്റ് സ്പോട്ടിലേക്ക് വരുന്നത്. ദാറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ in this way curve കാണിക്കുന്നതായിരിക്കും അപ്പോൾ അതിനെ ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പൊസിഷൻ അപ്രോക്സിമേറ്റ്ലി ദാറ്റ് വിൽ ബി ഈക്വൽ ടു എ റാമ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ സപ്പോസ് 5-ലാണ് ഉള്ളതെന്ന് വരിക, 5 0 വളരെ ഗ്രാജുവലി ആണ് മൂവ് ചെയ്യുന്നത് അല്ലെ, 5 4 അതാണ് ഇവിടെ ആ ഇമേജ് സ്ട്രിപ്പ് അല്ലെങ്കിൽ ആ ഇന്റൻസിറ്റി ലെവലിലാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പൊസിഷനിൽ 5, അടുത്ത പൊസിഷനിൽ വീണ്ടും 5, അഗൈൻ വി ഗോട്ട് 4 3 2 1 0. ഓക്കെ, ഈ രീതിയിലായിരിക്കും നമുക്ക് ഈ പൊസിഷൻ കിട്ടിയിട്ടുണ്ടോ, കാണുന്നുണ്ടോ, മനസ്സിലാകുന്നില്ല പറയുന്നത്? നമ്മളിപ്പം കാണിച്ച ഫിഗറിന്റെ ഇമേജ് സ്ട്രിപ്പാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്, അതായത് ഇന്റൻസിറ്റി ലെവലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു പൊസിഷനിൽ വിൽ ഗെറ്റ് ഒരു ഐസൊലേറ്റഡ് പോയിന്റ് ഉണ്ട് ഇവിടെ കണ്ട, ഈ ഒരു ഐസൊലേറ്റഡ് പോയിന്റ്, ദാറ്റ് ഐസൊലേറ്റഡ് പോയിന്റ് വിൽ ഹാവ് ഹൈയസ്റ്റ് ഇന്റൻസിറ്റി ലെവൽ ദാറ്റ് ഈസ് 6, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അല്ലേ. പിന്നെ അഗൈൻ വി ഗോട്ട് ബ്ലാക്ക് ഇന്റൻസിറ്റി ലെവൽ ദാറ്റ് മീൻസ് ലോവസ്റ്റ് ഗ്രേ ലെവൽ വാല്യൂസ് that can be represented by zeros. Okay, again there is a flat segment. Okay, പിന്നെ വീണ്ടും ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ടോട്ടൽ ഇതിന്റെ ഈ വാല്യൂന്റെ ഇമേജ് സ്ട്രിപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണെന്നില്ലേ പറയുന്നത്? പറഞ്ഞോ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കി, അതായത് എന്തായിരുന്നു ഫസ്റ്റ് ഓർഡർ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ വൺ ഡയമെൻഷണൽ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ, എഫ് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് എഫ് ഓഫ് എക്സ്. അതായത് നമ്മുടെ ഇപ്പോൾ ഉള്ള പിക്സൽ ഇന്റൻസിറ്റി വാല്യൂനെ പ്രീവിയസ് വാല്യൂ ആയിട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, ആ റിസൾട്ട് ആണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 5 - 5 ഇവിടെ 0 വരും, പിന്നെ 4 - 5 -1 -1 2 - 3 -1 1 - 2 -1 again 0 - 0 വരുമ്പോൾ സമയത്ത് ഇവിടെ ഇത്ര വരെ -1 വരുന്നു അല്ലേ. there is a slight difference in there is a അപ്പോൾ അവിടെ -1 വന്നു. again നമുക്ക് ഇവിടെ എന്ത് കിട്ടി, 0 കിട്ടിയ പൊസിഷനിലെല്ലാം നമുക്ക് 0 കിട്ടി, പിന്നെ 0 6 വന്നു അല്ലേ. so there is a difference of 6, പിന്നെ 6 0 വന്നപ്പോൾ -6. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? In a second order derivative, what do you mean by second order derivative? Second order derivative, what is the one dimensional function? How can we represent second order? F of x plus 1 plus f of x minus 1 by 2 f of x. അത് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും ഇവിടെ താഴെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? അരുൺ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്?
we'll calculating that difference, that means difference in pixel intensity value. Ashwita, clear അല്ലേ പറയുന്നത്? Sir. Okay, fine. അപ്പോൾ ഇനി നിങ്ങൾ ഇവിടെ ഈ വാല്യൂസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നിങ്ങൾ നോക്കി, ഇവിടെ 6 ഒക്കെ വരുന്നുണ്ട് അല്ലേ? എവിടെയൊക്കെയാണ് നമുക്ക് 6 വരുന്നത്? എവിടെയൊക്കെയാണോ ഐസൊലേറ്റഡ് പോയിന്റ്സ്, ഷാർപ്പ് ആയിട്ടുള്ള പോയിന്റ്സ് കാണുന്നത്, അവിടെ നമുക്ക് ഹൈ ഇന്റൻസിറ്റി ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ഇവിടെ 7 ഉണ്ട്. 7 എവിടെയാണ് വരുന്നത്? എവിടെയാണോ ട്രാൻസിഷൻ നടക്കുന്നത്, ഇവിടെ നിന്ന് നമുക്ക് എന്താ സംഭവിക്കുന്നത്? 0 നിന്ന് 7ലേക്ക് ഒരു ലാർജ് ട്രാൻസിഷൻ വരുന്നുണ്ട്. സോ അറ്റ് ദാറ്റ് ടൈം ദ റെസ്പോൺസ് വിൽ ബി മാക്സിമം അല്ലെ? ഇവിടെയൊക്കെ 7 ആണ് വരുന്നത് അല്ലെ? ഒരേപോലെ വരുന്നത്. അപ്പൊ എന്താ കിട്ടിയ റെസ്പോൺസ്? നമുക്ക് ഇവിടെ കിട്ടുന്ന റെസ്പോൺസ് ഒക്കെ 0 ആയിരുന്നു അല്ലെ? വേർ കോൺസ്റ്റന്റ് ഗ്രേ ലെവൽ appears, then we'll get response as zeros. ഓക്കെ, അപ്പൊ എപ്പോഴാണ് കോൺസ്റ്റന്റ് ഗ്രേ ലെവൽ വരുന്നത്, അവിടെ ആ പൊസിഷനിലൊക്കെ നമുക്ക് എന്താ വരുന്നത്? 0 ആണ് വരുന്നത്. ഓക്കെ, എവിടേക്കാണോ ഷാർപ്പ് ട്രാൻസിഷൻ, ലാർജ് ട്രാൻസിഷൻ വരുന്നത്, അവിടെ നമുക്ക് എൻഹാൻസ് ചെയ്ത റിസൾട്ട് കിട്ടും, ഹൈ വാല്യൂസ് കിട്ടും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സിമിലർലി വി ആർ ടേക്കിംഗ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്ത് നിങ്ങൾ നോക്കിയാൽ എന്താ സംഭവിക്കുന്നത്? ഇതിനേക്കാളും കൂടുതൽ വാല്യൂസ് കിട്ടുന്നുണ്ട്. കണ്ടോ, ഇവിടെ 6 വാല്യൂസ് എടുക്കാം, -12. അപ്പൊ അത്രയും ഹൈ ലെവൽ വാല്യൂസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഗ്രാജുവൽ ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പുള്ള റാമ്പ് അവിടെ നമുക്കുള്ളത് അല്ലെ? അവിടെയും നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്താ വരുന്നത്? 0 ആണ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി അല്ല, ആ പൊസിഷനിൽ നമുക്ക് 0 ആണ് വരുന്നത് അല്ലെ? എപ്പോഴാണോ ലാർജ് ട്രാൻസിഷൻ വരുന്നത്, അവിടെ നമുക്ക് വളരെ എൻഹാൻസ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, എവിടെയാണോ കോൺസ്റ്റന്റ് ഗ്രേ ലെവൽ വാല്യൂ വരുന്നത്, അവിടെ റെസ്പോൺസ് വിൽ ബി 0. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിലും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലും കോൺസ്റ്റന്റ് ഗ്രേ ലെവൽ വരുന്ന സമയത്ത് 0 ആയിരിക്കും. ഇനി ഒരു സ്ലോപ്പ് വരുന്ന സമയത്ത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൽ എന്ത് വരും? നോൺ സീറോ വാല്യൂ കിട്ടും. സിമിലർലി പക്ഷേ കോൺസ്റ്റന്റ് സ്ലോപ്പ് ആണെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൽ എന്ത് വരും? നിങ്ങൾക്ക് ഫ്ലാറ്റ് റെസ്പോൺസ്, ഐ മീൻ 0 ആയിരിക്കും നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ടാവും. അപ്പൊ അത് നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആ ഗ്രേ ലെവൽ വാല്യൂവിന്റെ ഡിഫറൻസ് ആയിരുന്നു നമ്മളെടുത്ത്. ആ ഡിഫറൻസ് കിട്ടുമ്പോഴുള്ള വാല്യൂസ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടുന്ന വാല്യൂസിനനുസരിച്ച് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ജനറലി പ്രൊഡ്യൂസ് തിക്ക് എഡ്ജസ് ഇൻ ആൻ ഇമേജ്. അപ്പം നമ്മളതൊരു ഇമേജ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൽ വിൽ ഗെറ്റ് എ തിക്കർ എഡ്ജസ് ആയിരിക്കും കിട്ടും. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഹാവ് എ സ്ട്രോങ്ങർ റെസ്പോൺസ് ടു ഫൈൻ ഡീറ്റെയിൽസ് സച്ച് ആസ് തിൻ ലൈൻസ് ആൻഡ് ഐസൊലേറ്റഡ് പോയിന്റ്സ്. അപ്പൊ ഇതിന്റെ ഇമേജ് ആയിട്ട് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഫസ്റ്റ് ഓർഡർ, ഇഫ് യു ആർ ടേക്കിംഗ് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ആൻ ഇമേജ്, വിൽ ഗെറ്റ് തിക്കർ എഡ്ജസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്, വിൽ ഗെറ്റ് fine details, more fine details such as thin lines and isolated points. Okay, similarly first order derivative generally have a strong response to gray level step alla. Gray level step il namakku stronger response kittum. Second order derivative produce a double response at step changes in gray level. appo nerthe nammal kandu adalla 6 kittiyade ivide -6 kittiyade ivide endha kittiyade -12 ah kittiyade. So first order derivative nekkalum oru double response namukku ഗ്രേ ലെവൽ, ഒരു ഷാർപ്പ് ട്രാൻസിഷൻ വരുന്ന സമയത്ത് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇൻ മോസ്റ്റ് ആപ്ലിക്കേഷൻസ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇസ് ബെറ്റർ സ്യൂട്ടഡ് ദാൻ ദ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഫോർ ഇമേജ് എൻഹാൻസ്മെന്റ് ബിക്കോസ് ഓഫ് ദ എബിലിറ്റി ഓഫ് ദ ഫോമർ ടു എൻഹാൻസ് ഫൈൻ ഡീറ്റെയിൽസ്. സോ നമ്മൾ ആ ഓർഡർ കൂടുന്നതിനനുസരിച്ച് വിൽ ഗെറ്റ് ഫൈൻ ഡീറ്റെയിൽസ്. ഓക്കെ, അതുകൊണ്ട് കൂടുതലും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയിരിക്കും നമുക്ക് ഇമേജ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ ലാപ്ലേഷ്യൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഫോർ എൻഹാൻസ്മെന്റ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയും. ഓക്കെ, അത് നോക്കുക. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരുന്ന ഒരു സബ് ടോപ്പിക് ആണ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതണം. ഓക്കെ, വിത്ത് ദ സിംപ്ലസ്റ്റ് ഐസോട്രോപിക് ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ, ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ വെച്ച് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്. ഓക്കെ, അപ്പം എന്താണ് ഇത്? ഡെൽ സ്ക്വയർ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. ഓക്കെ, ഇപ്പൊ രണ്ട് വേരിയബിൾ നമ്മൾ കൺസിഡർ ചെയ്യും, രണ്ട് പാർഷ്യൽ ഡിഫറൻസിയേഷൻ നമ്മൾ ചെയ്യേണ്ടി വരും വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ. ഇതാണ് ഇത് എഴുതിയെടുക്കട്ടെ, ഇതാണ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പം ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ നമുക്കറിയാം എന്താണ്, നമ്മൾ എഴുതിയിട്ടുണ്ട് എഫ് ഓഫ് എക്സ് പ്ലസ് 1 മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് 1 മൈനസ് 2 എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും കൺസിഡർ ചെയ്യണം അല്ലെ? നമ്മൾ ഇവിടെ 2 ഡയമെൻഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ എടുക്കുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പം എക്സിൽ മാത്രം ഒരു ചേഞ്ച് വരുത്തുക. വൈ എന്ന് പറയുന്ന
y എന്ന് പറയുന്ന പിക്സൽ വാല്യൂസിൽ നമ്മൾ ചേഞ്ച് വരുത്തണ്ട. ഓക്കെ, സോ ഡോ സ്ക്വയർ എഫ് ബൈ അല്ല y എന്ന് പറഞ്ഞ കോർഡിനേറ്റിൽ നമ്മൾ ചേഞ്ച് വരുത്തണ്ട, y കോൺസ്റ്റന്റ് ആക്കി വെക്കുക. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് എഫ് ഓഫ് എക്സ് പ്ലസ് 1, y പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് 1, y മൈനസ് 2 എഫ് ഓഫ് എക്സ്, y. ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. സിമിലർലി ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ഇവിടെ എക്സിൽ ചേഞ്ച് വരുത്താതെ y പ്ലസ് 1, y മൈനസ് 1 മൈനസ് 2 എഫ് ഓഫ് എക്സ്, y ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഇതാണ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ കേട്ടോ. ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. ഇനി അപ്പോൾ ഈ രണ്ട് ടോട്ടാലിറ്റി നമുക്ക് ഇങ്ങനെ കിട്ടും. ടോട്ടൽ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ സമ്മിങ് ദീസ് ടു ഇക്വേഷൻസ്. ഓക്കെ, ഇപ്പൊ എന്ത് വരും? ഡോ സ്ക്വയർ എഫ് എന്ന് പറയുന്നത് ഈ രണ്ട് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഇത് എഴുതിയെടുക്കാം. രണ്ട് ഇക്വേഷൻസ് എഴുതിയിട്ട് സം ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് വരും? എഫ് കിട്ടും എഫ് ഓഫ് എക്സ് പ്ലസ് 1, y എഫ് ഓഫ് എക്സ് മൈനസ് 1, y പ്ലസ് എഫ് ഓഫ് എക്സ്, y പ്ലസ് 1 എഫ് ഓഫ് എക്സ്, y മൈനസ് 1 മൈനസ് 4 എഫ് ഓഫ് എക്സ്, y. ഇതായിരിക്കും ടോട്ടൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ പറയുന്നത്? സൗമ്യ ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, സോ ദിസ് ഈസ് ദ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വിൽ ഫൈൻഡ് എ ഫിൽട്ടർ മാസ്ക്. നമുക്ക് നേരത്തെ നമ്മൾ ആവറേജ് ഫിൽട്ടർ മാസ്കും വെയിറ്റഡ് ആവറേജ് ഫിൽട്ടർ മാസ്കും ഒക്കെ കണ്ടുപിടിച്ച പോലെ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? വി ക്യാൻ ഇംപ്ലിമെന്റ് എ ഫിൽട്ടർ മാസ്ക് യൂസിങ് ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ. അപ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ഇത് നോക്കിയാൽ മനസ്സിലാവും. എഫ് ഓഫ് എക്സ് നോക്കി നിങ്ങൾ എഫ് ഓഫ് എക്സ് പ്ലസ് 1, y എന്ന് പറയുന്നതിലേക്ക് ആ എവിടെയൊക്കെയാണ് ആ പോയിന്റ്സുകൾ വരുന്നത് അവിടെയൊക്കെ നിങ്ങൾ അതിന്റെ കോയിഫിഷ്യന്റ് എഴുതി വെക്കുക. എഫ് ഓഫ് എക്സ്, സപ്പോസ് ഇത് എക്സ് വൈ ആണെന്ന് വിചാരിക്കുക, ഇത് എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈന്റെ സമയത്ത് ഈ സെൻട്രൽ പിക്സൽ എഫ് ഓഫ് എക്സ് വൈ, വി കൻ കൺസിഡർ എഫ് ഓഫ് എക്സ് വൈ ആസ് അവർ സെൻട്രൽ പിക്സൽ. സോ വാട്ട് ഈസ് ദ കോയിഫിഷ്യന്റ് ദർ? ഇവിടെ -4 ഉള്ളത് അല്ലേ? അപ്പൊ അവിടെ -4 ഇട്ടു. ഇനി എഫ് ഓഫ് എക്സ് പ്ലസ് 1, y എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ആ പൊസിഷൻ വരിക? ഈ പൊസിഷനാണ് വരിക. എഫ് ഓഫ് എക്സ് പ്ലസ് 1, y വൈയിൽ ചേഞ്ച് വരുത്തുന്നില്ല, എക്സിനെ നമ്മൾ ഒന്ന് ഇൻക്രീസ് ചെയ്തു. സോ ദാറ്റ് പൊസിഷൻ ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും അല്ലേ? അപ്പൊ അവിടെയുള്ള കോയിഫിഷ്യന്റ് 1 ആണ് അല്ലെ? അവിടെ നമ്മൾ 1 ഇട്ടു. അതുപോലെ എഫ് ഓഫ് എക്സ് മൈനസ് 1, y എന്ന് പറഞ്ഞ പൊസിഷൻ ഇവിടെ വരും, ഇവിടെ വരും. അവിടെയും നമ്മൾ 1 ഇട്ടു. എഫ് ഓഫ് ഇനി വൈൻ്റെ ടേംസിലാണെങ്കിൽ എഫ് ഓഫ് എക്സ്, y പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. എഫ് ഓഫ് എക്സ്, y മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. അപ്പം ആ നമുക്ക് കിട്ടിയ ഇക്വേഷൻസിനനുസരിച്ചിട്ട് വി ക്യാൻ ഇംപ്ലിമെന്റ് ഫിൽട്ടർ മാസ്ക്. ഒരു 3x3 ഫിൽട്ടർ മാസ്ക് ഉണ്ടാക്കിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മനസ്സിലായോ പറഞ്ഞത്? ശിശിര ഓക്കെ അല്ലേ? പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ ഫിൽട്ടർ മാസ്ക് നമ്മൾ ഉണ്ടാക്കിയത്. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ എക്സ്റ്റെൻഡഡ് വേർഷൻ ഉണ്ട്. എക്സ്റ്റൻഷൻ ഓഫ് ലാപ്ലേഷ്യൻ മാസ്ക് ദാറ്റ് ഇൻക്ലൂഡ്സ് ഡയഗണൽ നെയ്ബേഴ്സ്. ഡയഗണൽ നെയ്ബേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫിൽട്ടർ മാസ്ക് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഇവിടെ 0 ആക്കിയ പ്ലേസിലെല്ലാം 1 ഇടും. അപ്പോൾ ആ എലമെന്റ്സും കൂടി ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ എലമെന്റ്സും കൂടി വരും. അപ്പം ഇങ്ങനെ ഇതും ലാപ്ലേഷ്യൻ ഫിൽട്ടർ മാസ്ക് ആണ്. ഓക്കെ, ഇഫ് യു ആർ കൺസിഡറിങ് ഡയഗണൽ എലമെന്റ്സ് നമുക്ക് ഇങ്ങനെയും കിട്ടും. അപ്പൊ സെൻട്രൽ പിക്സലിന്റെ ഉള്ള ആ വെയിറ്റ് എന്ന് പറയുന്നത് -8 ആയിരിക്കും. ഓക്കെ, ഇത് വെച്ച് നമ്മൾ ഇമേജിനെ മാസ്ക് പ്രോസസ്സിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ ഷാർപ്പനിങ് റെസ്പോൺസ് കേട്ടോ. നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. ഇപ്പൊ 2 ഇംപ്ലിമെന്റേഷൻ ആണ്. ഒന്നിതും 2 രീതിയിൽ ലാപ്ലേഷ്യൻ മാസ്ക് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻസും ഈ മാസ്കും ഒക്കെ നിങ്ങൾ നീറ്റായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇപ്പോൾ വേറെ കാര്യം ആലോചിക്കേണ്ട, ഷാർപ്പണിങ് ഫിൽറ്റേഴ്സ് ആർ ബേസിക്കലി ഹൈ പാസ് ഫിൽറ്റേഴ്സ് അല്ലേ? നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? എപ്പോഴാണ് ഹൈ ഫ്രീക്വൻസി, ഒരു ഇമേജിൽ എപ്പോഴാണ് ഹൈ ഫ്രീക്വൻസി ഉണ്ടാവുക? വേറെവർ എ ലാർജ് വേരിയേഷൻ ഇൻ പിക്സൽ ഇന്റൻസിറ്റി ഒക്കെ ആ കോമ്പണന്റിനായിരിക്കും ഹൈ ഫ്രീക്വൻസി ഉണ്ടാവുക. അപ്പോൾ ആ കോമ്പണൻസിനെ മാത്രം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഷാർപ്പണിങ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പൊ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ എൻഹാൻസ് ചെയ്യുന്ന എഡ്ജസും ബൗണ്ടറീസും ഒക്കെയാണ് അല്ലെ? അപ്പോൾ ഹൈ ഫ്രീക്വൻസിനാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? ഫ്ലാറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് എല്ലാം ലോ ഫ്രീക്വൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്തായിരിക്കും. ഫ്ലാറ്റ് റെസ്പോൺസും ഗ്രാജുവൽ ചേഞ്ച് ഒക്കെ ലോ ഫ്രീക്വൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്തായിരിക്കും. സോ ദോസ് കൈൻഡ് ഓഫ് റെസ്പോൺസ് വിൽ ബി എലിമിനേറ്റഡ്. ദ ഔട്ട്പുട്ട് ഓഫ് ദ റെസ്പോൺസ് വിൽ ബി 0 ഫോർ ഫ്ലാറ്റ് റെസ്പോൺസ് ആസ് വെൽ ആസ് ഗ്രാജുവൽ ചേഞ്ച്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന എപ്പോഴും എന്തായിരിക്കും? ഷാർപ്പ് എഡ്ജസ്, അതിനായിരിക്കും എൻഹാൻസ് ചെയ്യുക. സോ ബേസിക്കലി ഷാർപ്പണിങ് ഫിൽറ്റേഴ്സ് ആർ ഹൈ പാസ് ഫിൽറ്റേഴ്സ്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഇതിന്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും കേട്ടോ.
ഈ ഒരു രണ്ട് ഫിൽട്ടർ മാസ്കിന്റെ ടോട്ടൽ സം എടുത്തു കഴിഞ്ഞാൽ കോയിഫിഷ്യന്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കും കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ ഹൈ പാസ് ഫിൽറ്ററിംഗ് ആയിരിക്കും. ഓക്കെ, അതായത് സം ഓഫ് ഓൾ വെയിറ്റ്സ് ഈസ് 0, ദാറ്റ് ഈസ് റിസൾട്ടിംഗ് സിഗ്നൽ വിൽ ഹാവ് എ 0 DC വാല്യൂ. അപ്പോൾ സപ്പോസ് നമ്മളൊരു ഗ്രാജുവൽ ഒരു കോൺസ്റ്റന്റ് ഗ്രേ ലെവലിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെയുള്ള വാല്യൂസ് ഒക്കെ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ അവിടെ സം ഓഫ് പ്രൊഡക്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? 0 ആയിരിക്കും കിട്ടുക. അതായത് DC വാല്യൂല് കോൺസ്റ്റന്റ് DC വാല്യൂല് നമുക്ക് എപ്പോഴും 0 ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് ഫിൽറ്റർ മാസ്കിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആകുന്നത്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഒരു ഫിൽറ്റർ ഇവിടെയൊക്കെ ഉള്ള ഫിൽറ്ററിന് ഒരു കോൺസ്റ്റന്റ് ഗ്രേ ലെവൽ ആണെന്ന് വിചാരിക്കും, ഒരു 5 ആണ് വാല്യൂ എന്ന് വിചാരിക്കും. അപ്പൊ ഇതിന്റെ സം ഓഫ് പ്രൊഡക്ട്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? 0. അപ്പം 0 വെച്ചിട്ടായിരിക്കും നമ്മൾ സെൻട്രൽ പിക്സലിനെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഓക്കെ, because the Laplacian is a derivative operator, it highlights gray level discontinuities in an image and de-emphasizes region with a slowly varying. ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ gray levels. This will tend to produce images that have grayish edge lines and other discontinuities, all superimposed on a dark featureless background. Okay, അതായത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുകയെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഗ്രേയിഷ് എഡ്ജ് ലൈൻസ് ആയിട്ടായിരിക്കും നമുക്ക് എപ്പോഴും ഇമേജസ് കിട്ടുന്നത്. ഓക്കെ, അപ്പം അത് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ടു സോൾവ് ദിസ് പ്രോബ്ലം ദ റിസൾട്ട് ഓഫ് ഇമേജ് ഡിഫറൻസിയേഷൻ ഈസ് ആഡഡ് വിത്ത് ദ ഒറിജിനൽ ഇമേജ്. അപ്പം നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കിട്ടിയ ഷാർപ്പണിങ് ചെയ്ത് കിട്ടിയ ഇമേജിനെ നമ്മൾ എന്ത് ചെയ്യും? ഒറിജിനൽ ഇമേജുമായിട്ടൊന്ന് ആഡ് ചെയ്യും. ആഡ് ചെയ്യാൻ ചിലപ്പോൾ സബ്ട്രാക്റ്റും ചെയ്യും. ആ ഡിഫറൻഷിയേറ്റഡ് റിസൾട്ട് വിൽ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് വിത്ത് ദ ഒറിജിനൽ ഇമേജ് ടു ഗെറ്റ് എ ബെറ്റർ എൻഹാൻസ്ഡ് റിസൾട്ട്. ഓക്കെ, അപ്പം ലാപ്ലേഷൻ ഇത് ഒറിജിനൽ ഇമേജ് ആണ്, അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലാപ്ലേഷൻ റിസൾട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പം ഇഫ് ദ സെൻട്രൽ കോഎഫിഷ്യന്റ് ഓഫ് ദ ലാപ്ലേഷൻ മാസ്ക് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ഒറിജിനൽ ഇമേജുമായിട്ട് സബ്ട്രാക്ട് ചെയ്യും. ഇഫ് ദ സെൻട്രൽ കോഎഫിഷ്യന്റ് ഓഫ് ദ ലാപ്ലേഷൻ മാസ്ക് ഇസ് പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യും കേട്ടോ, ഒറിജിനൽ ഇമേജുമായിട്ട് ആഡ് ചെയ്യും ടു ഗെറ്റ് എ ബെറ്റർ എൻഹാൻസ്ഡ് റിസൾട്ട്. ഓക്കെ, ഇനി അതിന്റെ ഒരു റെസ്പോൺസ് അപ്പോൾ ഈ ഒരു ഇമേജിന് നമ്മൾ ഷാർപ്പൺ ചെയ്ത റിസൾട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം എവിടെയൊക്കെയാണോ ഷാർപ്പ് ഡിസ്കണ്ടിന്യൂറ്റീസ് വരുന്നത് അവിടെയൊക്കെ ആ വാല്യൂസിനൊക്കെ എന്ത് ചെയ്യും? എൻഹാൻസ് ചെയ്ത് കിട്ടും. എവിടെയൊക്കെയാണ് കോൺസ്റ്റന്റ് ഗ്രേ ലെവൽ വരുന്നത് അവിടെയൊക്കെ എന്താവും? നമുക്ക് 0 റെസ്പോൺസ്, ബ്ലാക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഷാർപ്പനിങ് ഫിൽറ്റേഴ്സ് മനസ്സിലായോ? ഷാർപ്പനിങ്ങിൽ നമ്മൾ രണ്ട് കോൺസെപ്റ്റ്സ് ആണ് പഠിച്ചത്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവും സിമിലർലി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവും. ഓക്കെ, ഇപ്പൊ രണ്ടും മനസ്സിലായില്ലേ? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിൽ എക്സാമ്പിൾ ആണ് ലാപ്ലേഷൻ ഓപ്പറേറ്റർ. ലാപ്ലേഷൻ ഓപ്പറേറ്ററിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ഫിൽറ്റർ മാസ്ക് ഉണ്ടാക്കുന്നു അല്ലെ? ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ആ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫിൽറ്റർ മാസ്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ബൈ യൂസിങ് ദാറ്റ് ഫിൽറ്റർ മാസ്ക് വിൽ എൻഹാൻസ് അവർ ഒറിജിനൽ ഇമേജ് ബൈ eliminating constant gray level value or gradual change in intensity value. അതിനൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ എൻഹാൻസ് ചെയ്യുന്നത് ഫൈൻ ഡീറ്റെയിൽസ്, എഡ്ജസ്, ഡിസ്കണ്ടിന്യൂറ്റീസിനൊക്കെ ആയിരിക്കും. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? സനില ക്ലിയർ അല്ലേ? ഇനി വരുന്നത് നമ്മുടെ ഈ ഷാർപ്പനിങ് ടെക്നിക്കിൽ തന്നെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ലെവൽ മെത്തേഡാണ് അൺഷാർപ്പ് മാസ്കിംഗ് ആസ് വെൽ ആസ് ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിംഗ്. അൺഷാർപ്പ് മാസ്കിംഗ് ആൻഡ് ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിംഗ് എന്താണെന്ന് നോക്കാം. അൺഷാർപ്പ് മാസ്കിംഗ് എന്ന് പറഞ്ഞാൽ ഇമേജ് ഷാർപ്പനിങ് ടെക്നിക്. അൺഷാർപ്പ് മാസ്കിംഗ് കൺസിസ്റ്റ് ഓഫ് സബ്ട്രാക്ടിംഗ് blurred version of an image from the image itself. So here we will obtain a blurred version of the image and that image will be subtracted from the original image. അപ്പോൾ നമ്മൾ പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്രിന്റിംഗ് അങ്ങനെയുള്ള ആപ്ലിക്കേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ അൺഷാർപ്പ് മാസ്കിംഗ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? S of xy that is equal to f of xy minus f dash of xy. അപ്പോൾ fx of xy എന്ന് വെച്ചാൽ ഷാർപ്പൻഡ് ഇമേജ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ കിട്ടിയത്? ഒറിജിനൽ ഇമേജിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ എഫ് ഡാഷ് ഓഫ് എക്സ് വൈ എന്ന് വെച്ചാൽ ബ്ലേഡ് വേർഷൻ ആയിരിക്കും. ഒരു ഇമേജിന്റെ ബ്ലേഡ് വേർഷൻ ഉണ്ടാക്കും. ആ ബ്ലേഡ് വേർഷൻ ഒറിജിനൽ ഇമേജ് നമ്മൾ മൈനസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കിട്ടുന്ന റിസൾട്ട് ആണ് fs of xy. അപ്പോൾ ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, 5 മാർക്സിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അൺഷാർപ്പ് മാസ്കിംഗ്. അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ ശരിക്കും എഴുതി വെക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിംഗ്. ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇമേജ് ഉണ്ടാവും. എഫ് ഡാഷ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ സിമിലർലി ഒരു ബ്ലേഡ് വേർഷൻ ഉണ്ടാവും. അപ്പം ഈ എഫ് ഓഫ് എക്സ് വൈനോട് എഫ് ഡാഷ് ഓഫ് എക്സ് വൈ നമ്മൾ മൈനസ് ചെയ്യും. അതിന് പുറമെ എ എന്ന് പറയുന്ന ഒരു വാല്യൂ വെച്ച് ഇതിനെ നമ്മൾ ഒറിജിനൽ ഇമേജിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടാവും.
അപ്പോൾ എന്റെ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടെക്നിക്കിനാണ് ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിംഗ് എന്ന് പറയും. അപ്പം അൺഷാർപ്പ് മാസ്കിങ്ങും ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിംഗും ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഷാർപ്പണിംഗ് ടെക്നിക്. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അതിനകത്ത് വേറൊരു പോയിന്റ്സും കൂടി ഉണ്ട്. ഓക്കെ, ഇതിന്റെ മാസ്ക് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അൺഷാർപ്പ് മാസ്ക്, മീൻ ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിന്റെ മാസ്ക്. ഓക്കെ, നോട്ട് ചെയ്ത് നോക്കട്ടോ. നോട്ട്സ് ഉണ്ട്, നോട്ട്സ് നിങ്ങൾ റെഫർ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ നമുക്ക് ആദ്യം എഴുതിയ ഇക്വേഷനാണ്. ഇങ്ങനെയാണ് ഇക്വേഷൻ അല്ലേ, എ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് വൈ. അപ്പം ഞാൻ ഇതിനൊന്ന് റീറൈറ്റ് ചെയ്തു. അതായത് ഇവിടെ എന്ത് ചെയ്തു, a minus 1 into f of xy plus f of xy minus f dash of xy. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ a into f of xy minus f of xy plus f of xy എന്ന് പറയും. അപ്പോൾ ഈ മൈനസ് എഫ് ഓഫ് എക്സ് വൈയും പ്ലസ് എഫ് ഓഫ് എക്സ് വൈയും ക്യാൻസൽ ആയതാൽ നിങ്ങൾക്ക് ഇതേ റിസൾട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇതിനെ വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്തതാണ്. നമുക്ക് നോക്കാം അതെന്താണ്. ഓക്കെ, ഇനി ഇതെന്താ നമുക്കറിയാം, എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് വൈനെ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. അൺഷാർപ്പ് മാസ്കിങ്ങിൽ കിട്ടുന്ന റിസൾട്ട് ആണ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ അൺഷാർപ്പ് മാസ്കിങ്ങിനെ റെപ്രസെന്റ്, ഐ മീൻ ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിങ്ങിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എഫ് എസ് ഓഫ് എക്സ് വൈ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് അൺഷാർപ്പ് മാസ്കിങ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇത് എഴുതണോ? ഞാനിപ്പോ പറഞ്ഞത് എഴുതണോ? അഭിജിത്ത് ക്ലിയർ ആയിനാ പറഞ്ഞത്? ഓക്കെ, ഒന്നുമില്ല. എ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ഡാഷ് ഓഫ് എക്സ് വൈ ആണ്. അപ്പൊ അതിനെ ഞാൻ റീറൈറ്റ് ചെയ്തു, എന്നിട്ട് ഇൻ ടേംസ് ഓഫ് അൺഷാർപ്പ് മാസ്കിങ്ങിന്റെ രീതിയിലേക്ക് കൊണ്ടുവന്നു. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിങ്ങും അൺഷാർപ്പ് മാസ്കിങ്ങും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കാം, എ 1 ആയിരിക്കുന്ന കണ്ടീഷനിൽ ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിംഗ് ബിക്കംസ് ലാപ്ലേസിയൻ ഷാർപ്പണിംഗ് ആയിരിക്കും. നമ്മൾ പഠിച്ച സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഫിൽറ്ററിംഗ് ആയിരിക്കും ഉണ്ടാവുക. എയുടെ വാല്യൂ, ഇഫ് യു ആർ കീപ്പിംഗ് ദ വാല്യൂ ഓഫ് എ ആസ് 1, ദ ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിംഗ് ബിക്കംസ് സ്റ്റാൻഡേർഡ് ലാപ്ലേഷ്യൻ ഷാർപ്പണിംഗ് പ്രൊസീജിയർ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ ചെറിയ മാർക്കിന് ഇതൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ആവറേജ് ഫിൽറ്ററിംഗ്, വെയ്റ്റഡ് ആവറേജ് ഫിൽറ്ററിംഗ്, അൺഷാർപ്പ് മാസ്കിംഗ്, ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിംഗ്, ഇമേജ് ഷാർപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസെപ്റ്റ്, ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. വളരെ എളുപ്പത്തിൽ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. എപ്പോഴും എഴുതുമ്പോൾ ആ മാസ്കും ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് എഴുതുക. ഓക്കെ, ഇപ്പോൾ ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിംഗിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെൻ ദ ഇൻപുട്ട് ഇമേജ് ഇസ് വെരി ഡാർക്ക്, by varying the boost coefficient A, it is possible to obtain an overall increase in the average gray level of the image, thus helping to brighten the final result. അതായത് നമ്മളിപ്പം ഷാർപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നേരത്തെ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഡാർക്ക് ആയിരിക്കും കിട്ടും അല്ലേ. അപ്പം അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ വൈൽ വേരിങ്, ഈ ബൂസ്റ്റ് കോഎഫിഷ്യന്റ് നമുക്ക് വേരി ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവറേജ് ഗ്രേ ലെവൽ വാല്യൂന് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടോട്ടൽ റിസൾട്ടിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈ ബൂസ്റ്റ് ഫിൽറ്ററിംഗ് യൂസ് ചെയ്യുന്നത് ബൈ വേരിങ് ദ ബൂസ്റ്റ് കോഎഫിഷ്യന്റ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഈ റിസൾട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ എത്ര വിസിബിൾ അല്ല, എന്നാലും A1 ആയിരിക്കുമ്പോഴുള്ള റിസൾട്ടും A1.7 ആയിരിക്കുമ്പോഴുള്ള റിസൾട്ടുമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പം സെക്കൻഡിൽ നമുക്ക് കാണാം ഇവിടെയൊക്കെ കുറച്ചും കൂടി ബ്രൈറ്റ്നെസ് കൂടിയിട്ടുണ്ടാവും അല്ലേ. എയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് ദ ബ്രൈറ്റ്നെസ് ഓഫ് ദ ഇമേജ് വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി വരുന്നത് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്, നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് പറഞ്ഞു, ഇനി ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് എൻഹാൻസ്മെന്റിന് പറയുന്നത്. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞ ലാപ്ലേഷ്യൻ ഓപ്പറേറ്റർ ആണ്. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൽ വിൽ കൺസിഡർ ദ ഗ്രേഡിയന്റ് ആയിരിക്കും. ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യും.
First derivative in image processing are implemented using magnitude of the gradient. Gradient function ആണ് ഇവിടെ യൂസ് ചെയ്യുക. For the function f of xy, the gradient of f at coordinate xy is defined as the two-dimensional column vector. നമുക്ക് ഇത് two-dimensional column vector ആയിട്ട് represent ചെയ്യുക dou f by dou x, dou f by dou y. Okay. അപ്പോൾ dou f by total response എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. Root of dou f square by dou x square. Okay. Dou f square by dou y square. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താലുള്ള റിസൾട്ട് ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ റെപ്രസെന്റേറ്റീവ് ഉള്ളത്. സപ്പോസ് ഇതാണ് നമ്മുടെ ഇമേജ് എന്ന് വിചാരിക്കുക. Z1, Z2, Z3 ഇതാണ് നമ്മുടെ ഇമേജ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഗ്രേഡിയന്റ് റെസ്പോൺസ് നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് റെസ്പോൺസ് എടുക്കുന്നത് Z8 മൈനസ് Z5. Z8 മൈനസ് Z5 എടുക്കും. അതുപോലെ തന്നെ എക്സ് ഡയറക്ഷനിലാണെങ്കിൽ, y ആണെങ്കിൽ Z6 ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ടേക്ക് എടുക്കും. Z6 മൈനസ് Z5 അതായിരിക്കും g ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, gy ആണെങ്കിൽ z ഇതാണ്, ഇങ്ങനെ ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യാം. പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കും 1, അതായത് ഇതിനെ നമ്മൾ -1 ആയിട്ട് കൺസിഡർ ചെയ്യും, ഇത് 1 ആയിട്ട് കൺസിഡർ ചെയ്യും. സിമിലർലി ഇത് 1 ആയിട്ട് കൺസിഡർ ചെയ്യും, Z5 -1 ആയിട്ട്. ഇഫ് Z5 ഈസ് അവർ സെൻട്രൽ പിക്സൽ, ഇങ്ങനെ ആയിരിക്കും നമ്മൾ റെസ്പോൺസ് എടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ കേസിലാണ്. അപ്പോൾ ഇത് പല ടൈപ്പ് ഗ്രേഡിയന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അതാണ് ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഒന്ന് റോബർട്ട്സ് ക്രോസ് ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ. റോബർട്ട് ക്രോസ് ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ നമ്മൾ ക്രോസ് ആയിട്ടുള്ള പിക്സൽസ് ആയിരിക്കും കൺസിഡർ ചെയ്യും. അപ്പം ഇവിടെ നമുക്ക് Z9 മൈനസ് Z5 ആയിരിക്കും g ഓഫ് x എന്ന് പറയുന്നത്. Z9 മൈനസ് Z5. ഓക്കെ, സിമിലർലി gy എന്ന് പറയുന്നത് എന്തായിരിക്കും? Z8 മൈനസ് Z6. ഇവിടെ നോക്കുക, Z8 മൈനസ് Z6. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഗ്രേഡിയന്റ് ഓപ്പറേറ്റേഴ്സിനെയാണ് റോബർട്ട്സ് ക്രോസ് ഗ്രേഡിയന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ കേണൽ അല്ലെങ്കിൽ മാസ്ക് എന്ന് പറയുന്നതിന് നമുക്ക് ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ദീപ്തി ക്ലിയർ അല്ല? ഓക്കെ. ഇനി അടുത്തത് റോബർട്ട്. ഇതന്നെ നമുക്ക് എഡ്ജ് ഡിറ്റക്ഷനിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് മോഡ്യൂളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ. അടുത്തത് പ്രിവിറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അഗെയിൻ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, സമയമായില്ലേ?